Welcome back to the YouTube channel of Farooq Higher Secondary School, Farooq College. I am Shahar K, Department of Commerce. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഇങ്ങനെ രണ്ട് മെത്തേഡിൽ വരയ്ക്കുന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒരു എക്സാമ്പിളും കൂടെ ചെയ്യാം. കാരണം ഒരു എക്സാമ്പിൾ ചെയ്യും. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഏരിയയാണ്. ഈ രണ്ട് പ്രോബ്ലം വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ട് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് ഒരു 3-4 ക്വസ്റ്റ്യൻസ് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കണം. സ്വന്തമായിട്ട് ചെയ്ത് നോക്കുന്നതിന് മറ്റ് പല ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുക, അല്ലെങ്കിൽ HSS ലൈവ് എടുക്കുക, അതിലൊക്കെ പ്രോബ്ലംസ് തന്നിട്ടുണ്ട്. നിങ്ങൾ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്ത ഒരു സിമ്പിൾ പ്രോബ്ലം ഞാൻ ഇപ്പോൾ വായിക്കാം, എന്നിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. സാബിർ ആൻഡ് ജാബിർ ആർ പാർട്ട്നേഴ്സ് വിത്ത് ക്യാപിറ്റൽസ് ഓഫ് ₹15 lakh. അപ്പം ₹15 lakh ആൻഡ് ₹10 lakh. കഴിഞ്ഞ പ്രോബ്ലത്തിൽ അവർ പുതിയ ബിസിനസ് തുടങ്ങിയെന്നാണ് പറയുന്നത്. ഇവിടെയാണെങ്കിലോ ഇവർ രണ്ടാളും നിലവിൽ പാർട്ട്നേഴ്സ് ആണ്. അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ട് 15 ലക്ഷമോ 10 ലക്ഷമോ ആണെന്നാണ് പറയുന്നത്. ഓൺ 1/4/2014. അപ്പം ഇയർ വ്യത്യാസമുണ്ട്. കഴിഞ്ഞതിൽ ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 31/12/2019 ആയിരുന്നു. ഇവിടെ 14/15 അതായത് 1/4/14 മുതൽ 31/3/15 വരെ കേട്ടോ. അതാണ് ഇവിടുത്തെ ഇയർ എന്ന് പറയുന്നത്. ദേ അഗ്രീഡ് ടു ഷെയർ പ്രോഫിറ്റ്സ് ഇൻ ദി റേഷ്യോ ഓഫ് 3:2. നമുക്കറിയാം, ഒരു പാർട്ണർഷിപ്പ് ബിസിനസ് ആകുമ്പോൾ ഒരു അഗ്രീഡ് റേഷ്യോ ഉണ്ടാവും, അല്ലെങ്കിൽ ഈക്വൽ. ഇവിടെ തന്നിട്ടുണ്ട് 3:2. ഷോ ഹൗ ദി ഫോളോയിങ് ട്രാൻസാക്ഷൻസ് വിൽ ബി റെക്കോർഡഡ് ഇൻ ദി ക്യാപിറ്റൽ അക്കൗണ്ട് ഓഫ് പാർട്ട്നേഴ്സ് ഇൻ കേസ് ദി ക്യാപിറ്റൽ ആർ ഫിക്സഡ് ആൻഡ് ദി ക്യാപിറ്റൽ ആർ ഫ്ലക്ച്വേറ്റിംഗ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിലും നമുക്ക് ഫിക്സഡ് ക്യാപിറ്റൽ അനുസരിച്ചും വരച്ച് നോക്കണം, ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ അക്കൗണ്ട് അനുസരിച്ചും വരച്ച് നോക്കണം. ദി ബുക്സ് ആർ ക്ലോസ്ഡ് ഓൺ 31st March എവരി ഇയർ. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ക്ലോസിംഗ് ഡേറ്റും ഓപ്പണിംഗ് ഡേറ്റും ഒക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി താഴെ ഒരു ചെറിയ ടേബിൾ തന്നിട്ടുണ്ട്. ആ ടേബിൾ ഒന്ന് ശ്രദ്ധിച്ചേ. അഡീഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ്. ഈ ക്വസ്റ്റ്യനിൽ അഡീഷണൽ ക്യാപിറ്റൽ ഉണ്ട്. മുമ്പത്തെ ക്വസ്റ്റ്യനിൽ അഡീഷണൽ ക്യാപിറ്റൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഈ ക്വസ്റ്റ്യനിൽ അഡീഷണൽ ക്യാപിറ്റൽ ഉണ്ട്. മാത്രമല്ല ബ്രാക്കറ്റിൽ ഒരു ഡേറ്റ് തന്നിട്ടുണ്ട്, ഓൺ July 1st, 2014. അപ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ കഴിഞ്ഞ വർഷം ഫൈനൽ അക്കൗണ്ട് പഠിച്ച അവസരത്തിൽ അതിൽ തന്നിട്ടുണ്ടായിരുന്നു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്ന അവസരത്തിൽ ഒരു വർഷം തികച്ചുണ്ടാവില്ല. ഇവിടെ ഇപ്പോൾ ഒരു വർഷം തികച്ചില്ല, പിന്നെ എത്ര നാളുള്ളത്? 1st July അല്ലേ? 1st July 2014 അല്ലേ? അപ്പോൾ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യനിൽ ആദ്യം തന്നെ ഡേറ്റ് വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞത്. ചില ക്വസ്റ്റ്യൻസിൽ ഡേറ്റ് ചിലപ്പോൾ എവിടെയെങ്കിലും ഒന്നും മെൻഷൻ ചെയ്തെങ്കില്ല, ഇവിടെ അതെല്ലാം സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നതിന് നമുക്ക് ഇയറും ഡേറ്റും ഒക്കെ വേണം. അപ്പം 31/3/2015 വരെ ജൂലൈ 14 മുതൽ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്. ഫോർ 9 months ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ശ്രദ്ധിക്കണം, ഇത് ഞാൻ വർക്കിംഗ് നോട്ടൊക്കെ പറഞ്ഞാൽ ശ്രദ്ധിച്ചു. അപ്പോൾ അഡീഷണൽ ക്യാപിറ്റൽ ഉണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 5%. മുമ്പത്തെ ക്വസ്റ്റ്യനിൽ 5%. ഡ്രോയിങ്സ് തന്നിട്ടുണ്ട് 30,000, 20,000. അത് നമുക്കറിയാം എങ്ങനെ ചെയ്യണമെന്ന്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് തന്നിട്ടുണ്ട് 1,800, 1,200 കൊള്ളാം, അത് നമുക്ക് എഴുതാനറിയാം. സാലറി ആദ്യത്തെ ആളിന് 20,000, രണ്ടാമത്തെ ആളിനില്ല. കമ്മീഷൻ ആദ്യത്തെ ആളിന് 10,000, രണ്ടാമത്തെ ആളിനുണ്ട് 7,000. ഷെയർ ഓഫ് ലോസ്, മുമ്പത്തെ പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്തത് ഷെയർ ഓഫ് പ്രോഫിറ്റ് ആയിരുന്നു. ഈ ക്വസ്റ്റ്യനിൽ ഷെയർ ഓഫ് ലോസ് ആണ് വന്നിട്ടുള്ളത്. 60,000, 40,000 ഓരോരുത്തർക്ക് ഡിവൈഡ് ചെയ്ത് തന്നിട്ടുണ്ട്. മുമ്പത്തെ പ്രോബ്ലത്തിൽ 30,000 നമ്മൾ ഡിവൈഡ് ചെയ്ത് എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഹൗ വി ക്യാൻ പ്രിപ്പയർ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അണ്ടർ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആൻഡ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. ഇനി ക്വസ്റ്റ്യനിൽ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിലും ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിലുമാണ് വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ആദ്യം ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ വരയ്ക്കാം, എന്നിട്ട് ഫിക്സഡ് ക്യാപിറ്റൽ വരയ്ക്കാം. അതാണ് എളുപ്പം. ഇനി പരീക്ഷയ്ക്ക് ഫിക്സഡ് ക്യാപിറ്റൽ ആദ്യം വരയ്ക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതിലും ആദ്യം ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ വരച്ചിട്ട് ഫിക്സഡ് എഴുതിയാൽ മതി. ആൻസർ കറക്റ്റ് ആണെങ്കിൽ ഇനി ആദ്യം ഏത് മെത്തേഡാണ് എഴുതിയതെന്നൊന്നും നോക്കില്ല, മാർക്ക് നിങ്ങൾക്ക് തരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവാം? ഇവിടെ നമ്മൾ ആദ്യം ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ വരയ്ക്കാൻ പോകും. ശ്രദ്ധിക്കുക, നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കുന്നു. പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ വരയ്ക്കുന്നു. നമ്മൾ ഇവിടെ അവരുടെ പേര് കൊടുക്കാം. ഇവിടെ 2 പേരുടെ പേര്, ആദ്യത്തെ ആളുടെ പേര് സാബിർ, രണ്ടാമത്തെ ആളുടെ പേര് ജാബിർ. അതുപോലെ ഇവിടെ എഴുതണം
സാബിർ, ജാബിർ. ഇവിടെ നമ്മൾ ഹെഡിങ് കൊടുക്കുന്നത് ക്യാപിറ്റൽ അക്കൗണ്ട് ഓഫ് പാർട്ട്നേഴ്സ്, ക്യാപിറ്റൽ അക്കൗണ്ട് ഓഫ് പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുമല്ലോ. നോക്കിയത് എങ്ങനെ വരയ്ക്കുന്നത് നോക്കിയേ. ഇതിൽ ആദ്യം തന്നിട്ടുള്ള എന്താ? ഓപ്പണിംഗ് ബാലൻസ് ആണ്. അപ്പോൾ ഇവിടെ ഓപ്പണിംഗ് ബാലൻസ് എന്ന് കൊടുക്കണം. ഓപ്പണിംഗ് ബാലൻസ് ഡേറ്റ് തന്നിട്ടുണ്ട് 1/4 ഏതായിരുന്നു? 1/4/14 ഓപ്പണിംഗ് ബാലൻസ്. ഓപ്പണിംഗ് ബാലൻസ് വന്നിട്ടുള്ളത് ആദ്യത്തെ ആളിന് 15 ലക്ഷം രൂപ, രണ്ടാമത്തെ ആളിന് 10 ലക്ഷം രൂപ. അടുത്ത് നോക്കിയേ, ദേ അഗ്രീഡ് ടു ഷെയർ പ്രോഫിറ്റ്സ് ഇൻ ദി റേഷ്യോ. അത് നമുക്ക് ലാസ്റ്റ് മതി. ഷോ ദി ഫോളോയിങ് ട്രാൻസാക്ഷൻസ്. ഓക്കെ, ഇനി നമുക്ക് ആ ടേബിൾ നോക്കാം. അഡീഷണൽ ക്യാപിറ്റൽ. ഓക്കെ, അപ്പോൾ ഇവിടെ ക്യാഷ് ബ്രാക്കറ്റിൽ വേണമെങ്കിൽ അഡീഷണൽ ക്യാപിറ്റൽ എന്ന് കാണിക്കാം. അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നത് ആദ്യത്തെ ആൾ കൊണ്ടുവന്നത് 3 ലക്ഷം രൂപ, രണ്ടാമത്തെ ആൾ കൊണ്ടുവന്നത് 2 ലക്ഷം രൂപ. അടുത്തത് നോക്കിയേ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ശ്രദ്ധിക്കുക, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എങ്ങനെയാണെന്ന് വർക്കിംഗ് നോട്ടിൽ പറഞ്ഞുതരാം. നമ്മൾ എവിടെ ഇങ്ങനെ വരച്ച് എഴുതി കാണിക്കാൻ ശ്രദ്ധിച്ചോളൂ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 5%. നന്നായിട്ട് ശ്രദ്ധിച്ചോളൂ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 5% എന്ന് പറഞ്ഞാൽ ഇവിടെ 2 ക്യാപിറ്റലുണ്ട്. ഓപ്പണിംഗ് ക്യാപിറ്റലുണ്ട്, അഡീഷണൽ ക്യാപിറ്റലുണ്ട്. അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്ന ഡേറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. എങ്ങനെ ശ്രദ്ധിച്ചു നോക്കിയാൽ, ആദ്യത്തെ ഓപ്പണിംഗ് ക്യാപിറ്റലിന് 15 ലക്ഷത്തിന് നമ്മൾ പിന്നെ എത്രയാണ്? 5% എടുക്കുക. 15 ലക്ഷത്തിൻ്റെ 5%. 15 ലക്ഷത്തിൻ്റെ 5% എത്ര വരും? 15 ലക്ഷത്തിൻ്റെ 5% 70. അപ്പോൾ നോക്കി നന്നായിട്ട് ശ്രദ്ധിച്ച് ആദ്യം സാബിർ കണ്ടുപിടിക്കാം. അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റലിന് 15 ലക്ഷത്തിന്, ശ്രദ്ധിക്കണം നന്നായിട്ട്, 15 ലക്ഷത്തിന് 5%, 75,000. ഇനി അടുത്ത 3 ലക്ഷത്തിന് 3 ലാഖിന് 5%. നമ്മൾ മുമ്പേ ഒരു മന്തൊക്കെ കൗണ്ട് ചെയ്ത് വെച്ചില്ലായിരുന്നോ? ഒരു വർഷത്തേക്കില്ല, ജൂലൈയിലാണ് കൊണ്ടുവന്നത്. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്. ഫോർ 9 months. 12/9. അപ്പം സാബിറിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലായി കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. സാബിറിൻ്റെ ഓപ്പണിംഗ് ക്യാപിറ്റൽ 15 ലക്ഷം, അതിന് 75,000 രൂപയും സാബിർ അഡീഷണലായിട്ട് കൊണ്ടുവന്ന് 3 ലക്ഷത്തിന് 9 മാസത്തേക്ക് അത് എത്ര വരുമെന്നറിയാവോ? അത് 11,250. അത് രണ്ടും കൂടെ ടോട്ടൽ ചെയ്യുമ്പോൾ 86,250. അപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, 86,250. കണ്ടോ? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായില്ലേ? 2 ക്യാപിറ്റൽ, ഓപ്പണിംഗ് ക്യാപിറ്റലും അഡീഷണൽ ക്യാപിറ്റൽ. ഇനി അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ജാബിർ ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ജാബിറിൻ്റെ ചെയ്ത് നോക്കാം. ഓൺ ഓപ്പണിംഗ് ക്യാപിറ്റൽ 10 lakh, 10 ലക്ഷത്തിന് 5%. 10 ലക്ഷത്തിന് 5%, 50,000 രൂപ. ഇനി അഡീഷണൽ ക്യാപിറ്റൽ എടുക്കുക. അഡീഷണൽ ക്യാപിറ്റൽ എത്ര? 2 ലക്ഷം. 2 ലക്ഷത്തിന് 5% എത്ര? 12,900. 12,900 നമ്മളിപ്പോൾ പറഞ്ഞത് എങ്ങനെയാണ് 12,900 വരുന്നതെന്നൊക്കെ നന്നായിട്ട് നോക്കിക്കാണും. 7,500 രൂപ. അപ്പോൾ 57,500. ഇവിടെ നമ്മൾ എഴുതും 57,500. ഇത് നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. എന്താ നമ്മൾ പറഞ്ഞത്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഓൺ 2 amounts, on opening balance and on additional capital introduced. On opening balance for 1 year interest on capital, and for additional capital for 9 months because it is contributed by the partners on 1st July. അപ്പോൾ ഇവിടെ ഡേറ്റ് എന്താണെന്ന് നോക്കിയാൽ 1/7/14. ഇത് എത്ര ഡേറ്റ് നോക്കിയാൽ 31/3/15. കണ്ടോ? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഡേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ഡേറ്റ് എഴുതണമല്ലോ. നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുക, ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾ. അപ്പോൾ നോക്കിയേ, ഇവിടെ നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് എഴുതി, ക്യാപിറ്റൽ അഡീഷണൽ ക്യാപിറ്റൽ എഴുതി, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എഴുതി. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താ തന്നിട്ടുള്ളത് നോക്കിയേ, ആ ടേബിളൊന്ന് വായിക്കേ. ഡ്രോയിങ്സ്, അത് ഇവിടെയാണ് വരുന്നത്. ഡ്രോയിങ്സ് എത്ര വരുന്നതെന്ന് അറിയാമോ? 30,000
20,000, 30,000, 20,000. ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് തന്നിട്ടുണ്ട്. 1,800, 1,200. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതുപോലെ കഴിഞ്ഞാൽ നിങ്ങളുടെ ആലോചിക്കൊന്നും വേണ്ട. സാലറി, അടുത്തയാളുടെ സാലറി. ഇനി ഇവിടുന്ന് ഡേറ്റ് എഴുതാവില്ല. 31/3/15. ഇവിടെ സാലറി 31/3/15. സാലറി ആദ്യത്തെയാണ് 20,000, രണ്ടാമത്തെ ആണില്ല. പിന്നെ അടുത്തത് കമ്മീഷൻ, അത് ആ ഡേറ്റ് തന്നെ. കമ്മീഷൻ അത് ആദ്യത്തെ ആളിന് 10,000, രണ്ടാമത്തെ ആളിന് 7,000. പിന്നെ അടുത്ത എന്താ? ഷെയർ ഓഫ് ലോസ്. പ്രോഫിറ്റ് അല്ല, ലോസ് ഇപ്പോൾ എഴുതണം. ഇനി ഇവിടെ നമ്മൾ ഷെയർ ഓഫ് ലോസ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഞാൻ കഴിഞ്ഞ പ്രോബ്ലത്തിൽ പിന്നെ പ്രോഫിറ്റ് എന്ന് മാത്രം എഴുതിയത്, യഥാർത്ഥത്തിൽ പ്രോഫിറ്റ് എന്നല്ല എഴുതുന്നത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ ഇവിടെ എങ്ങനെ തന്നെ എഴുതാം? അപ്രോപ്രിയേഷൻ, അതൊക്കെ നമ്മളിനി പഠിക്കും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്നാണ് എഴുതുന്നത്, അല്ല ലോസ് എന്ന് മാത്രമല്ല എഴുതുന്നത്. 60,000, 40,000. ഓക്കെ, നമ്മൾ എൻ്റെ ആൻസറിൽ എന്തൊക്കെ എഴുതി? ഓപ്പണിംഗ് ബാലൻസ് എഴുതി, അഡീഷണൽ ക്യാപിറ്റൽ എഴുതി, സാലറി എഴുതി, കമ്മീഷൻ എഴുതി, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എഴുതി, ഇനി ഇപ്പുറത്ത് എഴുതി ഡ്രോയിങ്സ് എഴുതി, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എഴുതി, ലോസ് എഴുതി. ഇത് ബാലൻസ് ചെയ്യുന്നു. ബാലൻസ് ചെയ്യുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ക്രെഡിറ്റ് ബാലൻസ് തന്നെ ആയിരിക്കും കൂടുതൽ. കാരണം ഇത് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡാണ്, ക്രെഡിറ്റ് ബാലൻസ് തന്നെ ആയിരിക്കും കൂടുതൽ. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ എഴുതുന്നത്? എന്താ ചെയ്യുന്നത്? ടോട്ടൽ കണ്ടുപിടിക്കണം. 19,16,250. അപ്പുറത്തെ സൈഡിൽ 12,64,500. അതേ എമൗണ്ട് തന്നെ എടുത്ത് ഇവിടെ എഴുതണം. 19,16,250, 12,64,500. ഇവിടെ നമ്മൾ ബാലൻസ് ക്യാരിഡ് ഔട്ട് 31/3/15. ബാലൻസ് ക്യാരിഡ് എത്ര വരുമെന്ന് അറിയാമോ? 18,24,450. ഇവിടെയാണെങ്കിൽ 12,03,300. ഇതിൽ നിന്ന് അത് കുറയ്ക്കും. ഇനി വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ബാലൻസ് ഡ്രോ ഡൗൺ എഴുതാം. 1/4/15. ബാലൻസ് ഡ്രോ ഡൗൺ ഈ എമൗണ്ട് എഴുതാവുന്നുള്ളൂ. 18,24,450, 12,03,000. ഇങ്ങനെയാണ് നമ്മൾ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തത്. ഇനി ഇത് തന്നെ നമുക്ക് എന്ത് പറഞ്ഞിട്ടുണ്ട്? ഫിക്സഡ് ക്യാപിറ്റലിൽ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എങ്ങനെയാണ് ഫിക്സഡ് ക്യാപിറ്റൽ? ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ അറിയാമെങ്കിൽ നമുക്ക് ഫിക്സഡ് ക്യാപിറ്റൽ വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവാം? ഇത് തന്നെ എങ്ങനെയാണ് ഫിക്സഡ് ക്യാപിറ്റൽ വരയ്ക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് അനുസരിച്ച് നമുക്ക് 2 അക്കൗണ്ട് വരയ്ക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന് ക്യാപിറ്റൽ അക്കൗണ്ടും പിന്നെ ഒന്ന് കറണ്ട് അക്കൗണ്ടും. അപ്പോൾ ശ്രദ്ധിക്കുക, നന്നായിട്ട് ശ്രദ്ധിച്ചാൽ മതി. ഇത് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ ഓപ്പണിംഗ് ബാലൻസും അഡീഷണൽ ക്യാപിറ്റലും വരും. ഇനി കറണ്ട് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ സാലറി, കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ലോസ്, ഇത്രയും കാര്യങ്ങൾ കറണ്ട് അക്കൗണ്ടിൽ വരും. എന്നിട്ട് നമുക്ക് ബാലൻസ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിന് ക്രെഡിറ്റ് ബാലൻസ് കിട്ടും, കറണ്ട് അക്കൗണ്ടിന് ഡെബിറ്റ് ബാലൻസോ ക്രെഡിറ്റ് ബാലൻസോ സൗകര്യം പോലെ കിട്ടും. അത് ചെയ്ത് നോക്കുമ്പോഴേ അറിയാം. അപ്പോൾ നോക്കിയേ, ഇനി നമ്മൾ വരയ്ക്കാൻ പോകുന്നത് മെയിൻറ്റെയിനിങ് ഓർ പ്രിപ്പയറിംഗ് വൺ ഈസ് ക്യാപിറ്റൽ അക്കൗണ്ട് അണ്ടർ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് അനുസരിച്ച് 2 അക്കൗണ്ട്. ഒന്ന് ക്യാപിറ്റൽ അക്കൗണ്ട്, അത് സിമ്പിളായിട്ട് വരയ്ക്കാവുന്നേ. 2 കോളുണ്ട്. ഈ എമൗണ്ട് കോളം ഇത്തിരി വലുതാണ്. എമൗണ്ട് വലുതായതുകൊണ്ട് എമൗണ്ട് കോളം ഇത്തിരി വലുത് വേണം. ഇവിടെ ഡേറ്റ് കോളം ചെറുത് മതി. ഓക്കെ, പറഞ്ഞു. ആദ്യം നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ പേരൊന്നും എഴുതുന്നില്ല, നമ്മൾ മുമ്പത്തെ പ്രോബ്ലത്തിൽ എഴുതിയിട്ടുണ്ട്. ഓപ്പണിംഗ് ക്യാപിറ്റൽ 15 ലക്ഷം, 10 ലക്ഷം. അത് ഡേറ്റ് വേണമെങ്കിൽ എഴുതാം. 1/4/14. ഇനി അഡീഷണൽ ക്യാപിറ്റൽ 1/7/14. അഡീഷണൽ ക്യാപിറ്റൽ ക്യാഷ് പാക്കറ്റിൽ അഡീഷണൽ ക്യാപിറ്റൽ എത്രയാണ്? 3 ലക്ഷം, 2 ലക്ഷം.
ഇനി നമ്മൾ ഒന്നും എഴുതേണ്ട ഇതിനകത്ത്. ഇതിൽ നമ്മൾ ഇനി ഒന്നും എഴുതാൻ പറ്റില്ല. അതാണ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി ഇത് ബാലൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ബാലൻസ് ചെയ്യും. 18 ലക്ഷം 12 ലക്ഷം. അതേ എമൗണ്ട് ഇവിടെ എഴുതും. 18 ലക്ഷം 12 ലക്ഷം. ഡേറ്റോടെ ബാലൻസ് ചെയ്യുന്നു. 18 ലക്ഷം 12 ലക്ഷം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ 31, 3, 15 ബാലൻസ് ക്യാരിഡ് ഔട്ട്. ഇത് തന്നെ എമൗണ്ട് 18 ലക്ഷം 12 ലക്ഷം. അത്രയും. ഇങ്ങനെ നമ്മൾ വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്തു? ക്യാപിറ്റൽ അക്കൗണ്ട് വരച്ചു. ഇനി നമുക്ക് എന്താ വരയ്ക്കാനുള്ളത്? പാർട്ണറിൻ്റെ കറണ്ട് അക്കൗണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചോണം, ഇത് എളുപ്പമാണ്. വെറുതെ മാർക്ക് കളയരുത്. 4 മാർക്കിന് ചോദിക്കലുണ്ട്. ഇതൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും 4 മാർക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത് ബാലൻസ്. ഇനി നമ്മൾ കറണ്ട് അക്കൗണ്ട് വരയ്ക്കുക. കറണ്ട് അക്കൗണ്ട് ഇതുപോലെ തന്നെയാണ് വരയ്ക്കുന്നത്. ശ്രദ്ധിക്കുക, നമ്മൾ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ വരച്ചാൽ നമ്മൾക്ക് ഇനി കറണ്ട് അക്കൗണ്ടിൽ ഇത് ഫിക്സഡ് ക്യാപിറ്റൽ വരയ്ക്കാൻ എളുപ്പം. അതുകൊണ്ടാണ്. ശ്രദ്ധിച്ചു എങ്ങനെയാണ് നമ്മൾ കറണ്ട് അക്കൗണ്ട് വരയ്ക്കുന്നത്. ഓക്കെ, കറണ്ട് അക്കൗണ്ട്. കറണ്ട് അക്കൗണ്ട് 2 കോളം വേണം. ആദ്യം എന്താ? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. നമ്മൾ മുമ്പത്തെ പ്രോബ്ലത്തിൽ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി വർക്കിംഗ് ഉണ്ടെന്ന് പറഞ്ഞു തരേണ്ട കാര്യമില്ല. 86,250 57,800 അല്ലേ? പറഞ്ഞു തരേണ്ടല്ലോ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 2 എമൗണ്ടിന് ഓപ്പണിംഗ് ക്യാപിറ്റലിന് 5%, അഡീഷണൽ ക്യാപിറ്റലിന് 5%, 9 മാസത്തേക്ക് നമ്മൾ വർക്കിംഗ് ഔട്ട് കണ്ടിട്ടുണ്ട്. അതിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് 76,250, 97,500. അങ്ങനെ തന്നെ എഴുതാം. അടുത്ത സാലറി കണ്ടിട്ടുണ്ടല്ലോ. ആദ്യത്തെ മാത്രമേ സാലറി ഉള്ളൂ. എത്ര? 20,000 രൂപ. കമ്മീഷൻ തന്നെ. ഇതിൻ്റെ ഡേറ്റ് നോക്കാം. 31/3/15 സാലറി 31/3/15. അടുത്ത ഇൻട്രസ്റ്റ് ഓൺ കമ്മീഷൻ. കമ്മീഷൻ ആദ്യത്തെ ആളിന് 10,000, രണ്ടാമത്തെ ആളിന് 7,000. അല്ലേ? അല്ലേ? ഇപ്പുറത്ത് നോക്കിയേ 31/3/15. ഡ്രോയിങ്സ് എത്ര വന്നിട്ടുള്ളത്? 30,000, 20,000. അടുത്ത് ആ ദിവസം തന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 1,200. അടുത്തത് ആ ദിവസം തന്നെ P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എത്ര? 60,000, 40,000. എന്നിട്ട് ഇത് ബാലൻസ് ചെയ്യണം. വേറെ ഒന്നും എഴുതാനില്ല. ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക്, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്ത് ആകാം? ചിലപ്പോൾ ഡെബിറ്റ് ബാലൻസ് അല്ലെങ്കിൽ ക്രെഡിറ്റ് ബാലൻസ് ആകാം. അത് ഏത് സൈഡ് കൂടുതലും നോക്കണം. ഇവിടെ 60 ഇല്ല, ഈ സൈഡ് തന്നെ കൂടുതൽ. 1,16,250. ഇതിൻ്റെ ടോട്ടൽ 64,500. അതെടുത്ത് ഇപ്പുറം എഴുതണം. 1,16,250, 64,500. എന്നിട്ട് ഇത് കുറയ്ക്കണം. 24,450. ഇത് കുറയ്ക്കുമ്പോൾ 3,300. ഇവിടെ നമ്മൾ ഡേറ്റ് 31/3/15. ബാലൻസ് ക്യാരിഡ് ഔട്ട്. നമുക്ക് ബാലൻസ് ബ്രോഡ് ഡൗൺ എഴുതുകയാണെങ്കിൽ 1/4/15. ബാലൻസ് ബ്രോഡ് ഡൗൺ 24,450. ഇങ്ങനെയാണ് കറണ്ട് അക്കൗണ്ട് വരിക്കുന്നത്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ എന്ത് കൊടുക്കാം? പേര് കൊടുക്കാം. സാബിർ. നമ്മൾ പേര് കൊടുക്കുന്നു സാബിർ. ഇങ്ങനെയാണ് ഫാദറിൻ്റെ കറണ്ട് അക്കൗണ്ട് വരയ്ക്കുന്നത്, അല്ലെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കുന്നത്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ ഫണ്ടിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ഇതുപോലെ ഒരു ചെറിയ പ്രോബ്ലം ആയിരിക്കും പരീക്ഷയിൽ ചോദിക്കുന്നത്. ഇതിലിപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്.
സാധാരണ പിന്നെ അടുത്ത നമുക്ക് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ തെറ്റുന്ന കാരണമാണ് ഈ സാലറി അല്ലെങ്കിൽ കമ്മീഷൻ മന്ത്ലി ആണോ പിന്നെ ഇയർലി ആണോ ആനുവൽ ആണോ എന്നൊന്നും നോക്കാറില്ല. ഇതിൽ എഴുതേണ്ടത് ആനുവലായിട്ട് വേണം എഴുതാനും. മന്ത്ലി വന്നാൽ 12 കൊണ്ട് നമ്മൾ എന്ത് വേണം മൾട്ടിപ്ലൈ ചെയ്യണം. അതല്ല ആനുവൽ ആണെങ്കിൽ പിന്നെ മൾട്ടിപ്ലൈ ചെയ്യാൻ നിൽക്കേണ്ട, ഫുൾ എമൗണ്ട് എഴുതാം. നിങ്ങൾ ശ്രദ്ധിച്ച് ഇവിടെ ആനുവലായിരുന്നു, കഴിഞ്ഞ പ്രോബ്ലത്തിൽ മന്ത്ലി എന്ന് പറഞ്ഞ ഈ പ്രോബ്ലത്തിൽ ആനുവൽ അല്ലായിരുന്നു. അതുപോലെ കമ്മീഷനും അങ്ങനെ അല്ലായിരുന്നു, അതിൽ മന്ത്ലി എന്ന് പറഞ്ഞ് ഇവിടെ ആനുവൽ. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ മാത്രമേ ഉള്ളൂ. ഈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ പഠിച്ചതാണ്. ഇനി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രം 1 മാർക്കിന് അല്ലെങ്കിൽ 2 മാർക്കിന് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ 2 മാർക്കിന് ചോദിക്കും. 2 പാർട്ട്നേഴ്സ് എന്നൊക്കെ പറഞ്ഞു. ഇത് ഇങ്ങനെ ഇതാണെങ്കിൽ തന്നെ 2 മാർക്കിനുണ്ട്. ഈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കൽ 2 മാർക്കിനുണ്ട്. അപ്പോൾ ഇതാണ്. അപ്പം നിങ്ങൾ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം. ഇതിൽ ഇവിടെ നിങ്ങൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് എഴുതിയിരിക്കണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, അതായത് ലോസ് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ കിട്ടിയ ലോസ് അല്ലെങ്കിൽ മുമ്പത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ ഇത് പ്രോഫിറ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു. ഈ സൈഡിൽ പ്രോഫിറ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോഴും നമ്മൾ എഴുതുന്നത് പി ആൻഡ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന്. എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞ് നിർത്തിയേക്കാം. എന്താ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്? സാധാരണയായിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡിവിസിബിൾ പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയാണ് വരയ്ക്കുന്നത്. എന്താണ് ഡിവിസിബിൾ പ്രോഫിറ്റ്? പ്രോഫിറ്റ് ദാറ്റ് ഷുഡ് ബി ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദി ഓണേഴ്സ്. അതാണ് ഡിവിസിബിൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഡിവൈഡ് ചെയ്യാൻ കഴിയുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ വീതം വെക്കാൻ കഴിയുന്ന പ്രോഫിറ്റ്, അതാണ് ഡിവിസിബിൾ പ്രോഫിറ്റ്. അപ്പോൾ ഈ പ്രോഫിറ്റ് കണ്ടുപിടിക്കുക. അപ്പോൾ എത്ര എമൗണ്ടാണ് ഓരോ ഓണേഴ്സിനും ഡിവൈഡ് ചെയ്ത് എടുക്കാൻ കഴിയുന്നത്, അതിനെയാണ് നമ്മൾ ഡിവിസിബിൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി വരയ്ക്കുന്ന അക്കൗണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ സോൾ ട്രേഡറിൻ്റെ കേസിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരച്ചില്ലല്ലോ. അതെന്തായിരുന്നു? അവിടെ ഡിവിസിബിലിറ്റി ഇല്ലല്ലോ, എല്ലാം ഒരാൾ തന്നെ എടുക്കുകയല്ലേ ചെയ്യുന്നത്. ഇവിടെ 5 പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ 5 പേരും എത്ര ഡിവൈഡ് ചെയ്തെടുക്കണം, ഓരോ പാർട്ട്നേഴ്സിനും എത്ര ഡിവിസിബിൾ പ്രോഫിറ്റ് കിട്ടും എന്ന് കണ്ടുപിടിക്കേണ്ടതായിട്ട്. അതിനുവേണ്ടി നമ്മൾ വരയ്ക്കുന്ന അക്കൗണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അപ്പോൾ ശ്രദ്ധിക്കണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ എക്സ്റ്റൻഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ആദ്യം നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് വരും, നമ്മുടെ ഫൈനൽ അക്കൗണ്ടിൻ്റെ ഭാഗമാണ് ട്രേഡിംഗ് അക്കൗണ്ട് വരും. അടുത്ത് നമ്മൾ പി ആൻഡ് എൽ അക്കൗണ്ട് വരും. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ GP കിട്ടും, ഗ്രോസ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ NP കിട്ടും. ഇതിനും ശേഷം വരയ്ക്കുന്ന അക്കൗണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഈസ് എൻ എക്സ്റ്റൻഷൻ ടു ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ടു ഫൈൻഡ് ഔട്ട് ദി ഡിവിസിബിൾ പ്രോഫിറ്റ് ഓഫ് പാർട്ട്നേഴ്സ്. ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത്, അപ്പോൾ ഈ 2 കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറയുക. അടുത്തത് ഞാൻ ഇപ്പോൾ പുതിയതായിട്ട് പറയാം. ദിസ് അക്കൗണ്ട്, ദിസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് സ്റ്റാർട്ട്സ് വിത്ത്, തുടങ്ങുന്നത് ദി പ്രോഫിറ്റ് ഓർ ലോസ് ട്രാൻസ്ഫേർഡ് ഫ്രം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ ശ്രദ്ധിക്കണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ലോസ് ആണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്തിട്ട് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ഏതൊക്കെ ചില ഐറ്റംസ് എഴുതും. എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. അങ്ങനെ ഐറ്റംസ് ഒക്കെ എഴുതിയിട്ട് നമ്മൾ കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്തിട്ട് ഒരു പ്രോഫിറ്റ് കണ്ടുപിടിക്കും. അതാണ് ഡിവിസിബിൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഒരു പാർട്ണർഷിപ്പ് ഫേം പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അപ്പം പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഈസ് ദി അക്കൗണ്ട് പ്രിപ്പയർഡ് ബൈ എ പാർട്ണർഷിപ്പ് ബിസിനസ് ടു ഫൈൻഡ് ഔട്ട് ദി ഡിവിസിബിൾ പ്രോഫിറ്റ് ഫോർ ആൻ ഇയർ. This account is considered, or this account is an extension to the profit and loss account. And this profit and loss appropriation account begins with the profit or loss transferred from profit and loss account. Then ശ്രദ്ധിക്കുക, അപ്പോൾ ഇനി നമ്മൾ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഇത്രയേ ഉള്ളൂ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ചെറിയൊരു ഡേറ്റ് വരുന്നു. അപ്പം ശ്രദ്ധിക്കുക, ഡേറ്റ് സാധാരണ ഡേറ്റ് എഴുതാറില്ല, പർട്ടിക്കുലേഴ്സ്, എമൗണ്ട്, ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, എമൗണ്ട്. ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന്
ഒരു ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടാവും. ഈ ബാലൻസ് ഇവിടെ നിന്ന് വരുന്നതാ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന്. അപ്പോൾ ശ്രദ്ധിക്കുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് നോക്കണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രോഫിറ്റ് ആണെങ്കിൽ അത് ഇങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. എങ്ങനെ എഴുതുന്നത്? ബൈ ബാലൻസ് ബ്രോഡ് ഡൗൺ അല്ല, പിന്നെ ബൈ പി ആൻഡ് എൽ അക്കൗണ്ട്. ശ്രദ്ധിക്കുക, സാധാരണ നമ്മുടെ അക്കൗണ്ട് തുടങ്ങുന്നത് പറഞ്ഞാൽ ബാലൻസ് ഇവിടെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ എഴുതുന്നത് ബൈ പി ആൻഡ് എൽ അക്കൗണ്ട്. ഒരു 50,000 ആണെന്ന് എഴുതുക പി ആൻഡ്. ഇനി ലോസ് ആണെങ്കിലോ അത് ഇവിടെ എഴുതുന്നത് ടു പി ആൻഡ് എൽ അക്കൗണ്ട്. അപ്പോൾ ഒരേ അക്കൗണ്ടിൽ തന്നെ രണ്ട് സൈഡിലും വരില്ല, അതുകൊണ്ട് നമ്മളിപ്പോൾ എഴുതുന്നില്ല. അപ്പോൾ പ്രോഫിറ്റ് ആണെങ്കിൽ the profit from profit and loss account transferred to the credit side of profit and loss appropriation account, and if it is loss it is transferred to the debit side of profit and loss appropriation account. പിന്നെ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഈ സൈഡിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ സൈഡിൽ നമ്മുടെ ഈ പാർട്ണർഷിപ്പിൻ്റെ എല്ലാ ഇൻകം, ഈ സൈഡിൽ ഈ പാർട്ണർഷിപ്പ് ബിസിനസ്സിൻ്റെ എല്ലാ ഇൻകം അതുപോലെ ഗെയിൻ ഒന്നും വരുന്നില്ല. ഇവിടെയാണെങ്കിലോ ലോസ് വരും, അതുപോലെ എന്ത് വരും? എക്സ്പെൻസ് വരും. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരയ്ക്കാൻ വളരെ എളുപ്പമാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ഇൻകം എല്ലാം ക്രെഡിറ്റ് ചെയ്യണം, എക്സ്പെൻസ് എല്ലാം ഡെബിറ്റ് ചെയ്യണം. ഇതിൽ ഏതായി ഇൻകം ഏതായി എക്സ്പെൻസ് എന്നൊക്കെ നമുക്ക് എങ്ങനെ അറിയാം? പാർട്ണറിനെ സംബന്ധിക്കുന്നത്, പാർട്ണറുമായിട്ട് കണക്ട് ചെയ്ത് വരുന്നത്. ഒരു കാര്യം ഞാനിപ്പോൾ പറയാനപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ നമ്മൾ എഴുതുന്ന ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഒന്ന് ആലോചിച്ച് നോക്കുക. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് പാർട്ണർ എടുത്തുകൊണ്ട് പോകുന്ന പൈസയ്ക്ക് കമ്പനിക്ക് പാർട്ണർഷിപ്പ് ഫേമിന് തരുന്ന ഇൻട്രസ്റ്റ്, അത് ഫേമിനൊരു ഇൻകം. അത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഓരോരുത്തരുടെ എഴുതാം. എ ഒരു 2000 രൂപയുണ്ടെന്ന് എഴുതുക, ബി ഒരു 1000 ഉണ്ടെന്ന് എഴുതുക, അപ്പം 3000. ഇനി ഇവിടെ എക്സ്പെൻസ് എല്ലാം എഴുതുന്നത് ശ്രദ്ധിക്കുക, പാർട്ണറിനെ സംബന്ധിക്കുന്ന, പാർട്ണേഴ്സിനെ സംബന്ധിക്കുന്ന, അല്ലാതെ ഫേമിൻ്റെ മൊത്തത്തിലുള്ളതല്ല, പാർട്ണേഴ്സിൻ്റെ. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതുക സാലറി കൊടുത്തിട്ടുണ്ടായിരുന്നു, എക്ക് സാലറി കൊടുത്തു. എക്സാമ്പിൾ എടുത്തത് എക്ക് സാലറി കൊടുത്തു ഒരു 50,000 രൂപ. ഇനി കമ്മീഷൻ കൊടുത്തു എക്ക് ഒരു 10,000 കൊടുത്തിട്ടുണ്ടായിരുന്നു, ബിക്ക് ഒരു 5,000 കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എക്ക് ഒരു 25,000, ബിക്ക് ഒരു 15,000, ഇവിടെ നമ്മൾ 1,50,000 രൂപ. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് 1,50,000 പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്തു. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കമ്പനിക്ക് ഇൻകമായി, ഇത് ലോസ്, ഇതെല്ലാം എക്സ്പെൻസുകൾ. ഇത് ബാലൻസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഡിവിസിബിൾ പ്രോഫിറ്റ്. അപ്പോൾ ഇവിടെ 1,50,000, 1,53,000 ഈ എമൗണ്ട് എടുത്ത് ഇവിടെ 1,50,000, 1,50,000. ഇതാണ്, ഇവിടെയാണ് നമ്മൾ ഡിവിസിബിൾ പ്രോഫിറ്റ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ടു എ ടു ബി, ഓരോരുത്തർക്കും എത്ര കിട്ടും എന്നുള്ളത് കണക്കാണ്. ഈ 1,53,000 നിന്ന് ഇതൊക്കെ കുറച്ച് ബാലൻസ് ചെയ്യുന്നത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അവരുടെ റേഷ്യോ നോക്കും, ഏത് റേഷ്യോ ആണോ ആ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യും. ഇതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ 2 പ്രോബ്ലം ചെയ്യും. അതോടുകൂടി പിന്നെ അടുത്ത ഭാഗത്തേക്ക് കാണും. ഓക്കെ.